അതിച്ച് നായന്മാരെ കൂട്ടാൻ പോയിട്ടല്ലേ? ആര് നായന്മാരെ കൂട്ടി? ഞാനോ? 1945 മെയ് മാസം 23 പി പത്മരാജൻ ജനിക്കുന്നു. സൂക്ഷം ഒരു ദിവസം കഴിഞ്ഞ് 1945 മെയ് മാസം 24 സഖാവ് പിണറായി വിജയൻ ജനിക്കുന്നു. 45-ാമത്തെ വയസ്സിൽ പി പത്മരാജൻ നമ്മെ വിട്ടുപോയി. ചലച്ചിത്ര കേരളത്തിന് മാത്രമല്ല, സാംസ്കാരിക കേരളത്തിനും സാമൂഹ്യ കേരളത്തിനും സാഹിത്യ കേരളത്തിനും ഒക്കെ അതൊരു വലിയ നഷ്ടമായിരുന്നു. സൂക്ഷം ഒരു ദിവസം കഴിഞ്ഞ് ജനിച്ചിട്ടുള്ള നമ്മുടെ പിണറായി വിജയൻ ഇപ്പോൾ 80-ാമത്തെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് നമുക്കൊപ്പമുണ്ട്. ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറയാനല്ല പോങ്ങനിപ്പോൾ വന്നത്. ചിലരുടെ മരണം അത് നമുക്ക് വലിയ നഷ്ടം നൽകുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ചിലരുടെ മരണമില്ലായ്മ അതും നാടിന് ചിലപ്പോൾ നഷ്ടം സമ്മാനിക്കും എന്ന് പറയുന്ന ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് പോങ്ങൻ ഇന്നത്തെ സംസാരത്തിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പി പത്മരാജനെ ഇപ്പോൾ ഓർക്കാൻ കാരണം ശ്രീ മുരളി ഗോപിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം, അതായത് മെയ് 23 മാതൃഭൂമി പത്രത്തിൽ പത്മരാജനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയിരുന്നു. ഞാനത് വായിച്ചില്ല, മാതൃഭൂമിയിൽ വായിച്ചില്ല. അതല്ലാതെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ആ കുറിപ്പ് പങ്കിട്ടപ്പോൾ തീർച്ചയായിട്ടും ഞാനത് വായിച്ചു. പല ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളും അത് സംഘികൾക്കെതിരായിട്ടുള്ള എന്തോ ഒരു കുറിപ്പാണ് എന്നുള്ള മട്ടിൽ, അതായത് പി പത്മരാജനെ കുറിച്ച് മുരളി ഗോപി അനുസ്മരിച്ചത് പോലും സംഘികൾക്കെതിരെയാണെന്ന് വ്യാഖ്യാനിക്കാൻ, അതുപോലും സംഘികൾക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റാൻ വളരെ ബോധപൂർവം ശ്രമിക്കുന്ന ഒരു വലിയ സംഘം നമ്മുടെ മുന്നിലുണ്ട് എന്ന് പറയുന്ന തിരിച്ചറിവ് അത് ഉണ്ടായപ്പോഴാണ് സ്വാഭാവികമായിട്ട് മുരളി ഗോപിയുടെ ആ ഒരു കുറിപ്പ് തേടിപ്പിടിച്ച് ഞാൻ വായിച്ചത്. തേടിപ്പിടിച്ച് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരളി ഗോപിയുടെ ഫേസ്ബുക്ക് പേജിൽ പോയി അത് കണ്ടെത്തി വായിക്കുകയാണ് ചെയ്തത്. വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, തീർച്ചയായിട്ടും സംഘികളെ ബാധിക്കുന്ന അല്ലെങ്കിൽ സംഘികളെ കുത്തി അദ്ദേഹം ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഘികളും വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സംഘികളെ എതിർക്കുന്നവർക്ക് അത്തരം ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സംഘികളെ അന്ധമായി എതിർക്കുന്നവരുടെ ബൗദ്ധിക ശേഷിയെക്കുറിച്ച് കലച്ചിലായിട്ടുള്ള സംശയം വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഈ പോങ്ങൻ. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ എതിർക്കുന്നതിൽ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുരളി ഗോപി കുറിച്ചതിനകത്തൊന്നും തന്നെ സംഘികൾക്ക് എതിരായിട്ടില്ല. എന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിമർശനം ഇന്നത്തെ കാലത്തിനെതിരെ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിനെ കുത്തിപ്പറയുന്ന ചില പ്രയോഗങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആ കുറിപ്പിലുണ്ട് എന്നുള്ളത് സത്യവുമാണ്. അത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ മാത്രമല്ല, അത് പൊതുവായി അടച്ചു പറഞ്ഞിരിക്കുന്നു. കൂടുതൽ എനിക്ക് തോന്നുന്നു അത് ബാധിക്കുന്നത് ഒരു പക്ഷേ ഈ കമ്മി സുടുക്കളെ തന്നെ ആവണം എന്ന് പറയുന്ന ഒരു ചിന്തയാണ് എനിക്കുള്ളത്. ഞാൻ അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ആ മനസ്സിലാക്കുന്നതിനെ ആ നിലയിൽ തീർച്ചയായിട്ടും വ്യാഖ്യാനിക്കാനാണ് എനിക്ക് താല്പര്യം. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതിന് കന്നഡ എനിക്ക് ആവശ്യമുണ്ട്, ഒരു നിമിഷം. അതായത് ഇദ്ദേഹം ഈ കുറിപ്പിന്റെ ഏതാണ്ട് അവസാന ഭാഗമാകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് പി പത്മരാജന്റെ 80-ാം ജന്മവാർഷികം. 1991 മുതുകുളത്തുള്ള അദ്ദേഹത്തിന്റെ തറവാട്ടിൽ ആയുസാറാതെ വിടവാങ്ങിയ ആ വലിയ എഴുത്തുകാരന്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ അവിടെ സന്നിഹിതനായിരുന്ന 100 കണക്കിന് ആളുകളിൽ ഒരുവനായിരുന്നു ഞാനും. വലിയ വ്യസനത്തോടെ അന്ന് അവിടെ നിൽക്കുമ്പോൾ 19-കാരനായിരുന്ന ഞാൻ അനുശോചിച്ചത്, അദ്ദേഹത്തിന് ദീർഘായുസ് നൽകിയില്ലല്ലോ പ്രപഞ്ചമേ എന്ന നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഉൾപരാതിയിലൂടെയായിരുന്നു. എന്നാൽ ഇന്നെനിക്ക് ആ പരാതിയില്ല. അതായത് 45-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി എന്ന് പറയുന്നതിൽ വലിയ ആശങ്കയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് പത്മരാജൻ 80-കാരനായി ജീവിച്ചിരുന്നു എങ്കിൽ അദ്ദേഹം വലിയ നിലയിൽ വിമർശിക്കപ്പെടുകയോ അതല്ല എന്നുണ്ടെങ്കിൽ അധിക്ഷേപിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന ഒരു ധ്വനിപ്പ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയോഗത്തിലുണ്ട്. അതെങ്ങനെയാണ് സംഘികൾക്കെതിരെയുള്ള ഒരു പ്രയോഗമായി മാറുന്നത്? അത് സംഘികൾക്കെതിരെയുള്ള പ്രയോഗമല്ല, നമ്മുടെ ഈ സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തെയാണ് കൃത്യമായിട്ട് അത് അടയാളപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കാവാലം നാരായണപ്പണിക്കർ മരിച്ചുപോയപ്പോൾ ഈ കാവാലത്തിന്റെ സർഗസിദ്ധി ഏതെങ്കിലും നിലയിൽ നമ്മുടെ ഈ സമൂഹത്തിന് ഉപദ്രവം ചെയ്തതല്ല. അദ്ദേഹത്തിന്റെ സർഗപ്രവർത്തനങ്ങളിൽ ഒരിക്കൽ പോലും ഈ നാടിന് ദോഷം വരുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം മരിച്ചുപോയപ്പോൾ യാതൊരു ചളിപ്പുമില്ലാതെ ഒരു കഥാകൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെയൊക്കെ കഥാകൃത്താക്കി വളർത്തിക്കൊണ്ടുവരാൻ പ്രത്യേക താല്പര്യമെടുത്ത ചില ആളുകൾ എല്ലാവരും കൂടി ചേർന്നാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഒരു മികച്ച ഒരു സർഗസിദ്ധിയുള്ള ഒരാളായിരുന്നു ഈ കഥയെഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു വിചാരം പോങ്ങനില്ല. പോങ്ങന്റെ ഒരു സാഹിത്യ പരിചയം വെച്ചുകൊണ്ട്, വായന ഒരു ശീലം വെച്ചുകൊണ്ട്, പരിചയം വെച്ചുകൊണ്ട് വലിയ മികച്ച ഒരു സാഹിത്യ പ്രവർത്തകൻ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ പോങ്ങനെ പോലെയൊക്കെ ബ്ലോഗ് കാലത്ത്, ആ കാലത്തൊക്കെ കുറച്ചുകൂടി ഈ സാഹിത്യം എന്ന് പറയുന്നത്
അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു സംഗതി മാത്രമായിട്ട് ആർക്കും പറ്റുന്ന ഒരു കാര്യമായി മാറുന്ന ഒരു കാലമാണല്ലോ ഈ ഇന്റർനെറ്റ് എഴുത്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലോഗ് കാലം എന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ ഉയർന്നു വന്ന ഒരു കഥാകൃത്ത്, അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവന്ന, ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കഥാകൃത്ത് കാവാലം സാറിനെ വളരെ മോശമായി, അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കപ്പെട്ടിട്ടില്ല, ചിതയിലേക്ക് വച്ചിട്ടില്ല, അതിനു മുന്നേ തന്നെ അദ്ദേഹം വലിയ ജാതിവാലനായി അങ്ങോട്ട് മാറി. അത്രയും മോശമായിട്ട് ഒരു മനുഷ്യനെ അധിക്ഷേപിച്ച ഒരു സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ മുരളി ഗോപി ആ നിലയിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സംഘികൾക്കെതിരെയല്ല. സംഘികൾ ഇത്രയും സംസ്കൃതീകരിക്കപ്പെടാത്ത നിലയിലുള്ള ഒരു തരത്തിലുള്ള പ്രകടനവും നടത്തിയതായി പോങ്ങന്റെ അറിവിലില്ല. എന്നാൽ അതേ സമയത്ത് തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ് കഞ്ചനടിച്ച് അത്യാവശ്യം രാസലഹരികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, ഒരു കഥാകൃത്ത് തന്നെയാണ് ആ നിലയിലുള്ള ഒരു പ്രയോഗം നടത്തിയത്. സവർണ അവർണ ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് അവിടം തൊട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യത്തിൽ ഒരിക്കൽ പോലും അത് നമ്മളുടെ മുരളി ഗോപി സംഘികളെ കുത്തിപ്പറഞ്ഞതാണെന്ന് വിചാരിക്കുന്നില്ല പോങ്ങൻ. എന്നു മാത്രവുമല്ല, അദ്ദേഹം പി പത്മരാജൻ ഇന്ന് ജീവിച്ചിരുന്നു എങ്കിൽ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളിലോ ചലച്ചിത്ര പ്രവർത്തനങ്ങളിലോ ഇന്ന് കാണുന്നത് പോലുള്ള ഒരു രാഷ്ട്രീയമോ അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വർഗീയ ബുദ്ധിയോടുകൂടിയുള്ള പ്രകടനമോ നടത്തില്ലായിരുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർഗസിദ്ധിയിൽ അദ്ദേഹം രാഷ്ട്രീയം കലർത്തില്ലായിരുന്നു. രാഷ്ട്രീയം കലർത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമോ പക്ഷരാഷ്ട്രീയമോ കലർത്തില്ല എന്നുള്ള ഉദ്ദേശമാണ്. അല്ലാതെ അദ്ദേഹം തീർച്ചയായിട്ടും സാമൂഹ്യ കാര്യങ്ങളിൽ പറയുന്ന പല സിനിമകൾക്കകത്തും രാഷ്ട്രീയം വളരെ വ്യക്തമാണ്, പ്രകടമായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ അതൊരിക്കൽ പോലും ഇതുപോലുള്ള ഇന്ന് കാണുന്ന ഇപ്പോൾ മുരളി ഗോപി അടക്കമുള്ളവർ ചെയ്യുന്നത് പോലുള്ള ഒരു രാഷ്ട്രീയമല്ല അതിനകത്ത് കലർന്നിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ കലർത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് പോങ്ങൻ വിചാരിക്കുന്നുമില്ല. അതുകൊണ്ട് മുരളി ഗോപി ആ പറയുന്നതിനകത്ത് യാതൊരു കാമ്പും കഴമ്പും ഇല്ല. പിന്നെ ആ കാലത്ത് പത്മരാജനെ പോലുള്ള ആളുകളെ വളർത്തിയെടുത്തത് സമൂഹമാണ്, പത്മരാജനെ വളർത്തിയെടുത്തത് അല്ലേ? അത് ഈ സമൂഹത്തിൻ്റെ ഒരു മനസ്സിലാക്കൽ ശേഷിയാണ്, സാഹിത്യ പരിചയമാണ്. പക്ഷെ ഇന്നങ്ങനല്ല. ഇന്ന് പത്മരാജന്മാരില്ല, പാഷാണരാജന്മാരാണ്. മുരളി ഗോപി അടങ്ങുന്ന പാഷാണരാജന്മാർക്കാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് വലിയ സ്വാധീന ശേഷിയായി വളർന്നു വന്നിരിക്കുന്ന ഒരു സംഘമെന്ന് പറയുന്നത് പാഷാണരാജന്മാരാണ്. മുരളി ഗോപിക്കും അതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത്തരം പാഷാണരാജന്മാരെ വളർത്താനോ അതല്ലെങ്കിൽ വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിനൊക്കെ മുരളി ഗോപിക്കടക്കം പങ്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് പോങ്ങൻ വെച്ച് പുലർത്തുന്നത്. അപ്പോൾ ഇത് സംഘികൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ആഘോഷിക്കുന്നുണ്ടെങ്കിലോ അതൊരു ആയുധമാക്കി മാറ്റുന്നുണ്ടെങ്കിലോ അതിനോട് യോജിക്കാൻ പോങ്ങന് കഴിയില്ല. സംഘികൾ ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യവുമില്ല. അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന് പറയുന്ന ഒരു സിനിമ 1986 സംഭവിച്ച സിനിമ. ആ സിനിമ വളരെ രസകരമായിട്ടുള്ള ഒരു മതേതര മൈത്രിയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ കഥാപാത്രങ്ങൾ 3 നായകന്മാരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹിലാൽ എന്ന് പറയുന്ന അശോകൻ അവതരിപ്പിച്ച കഥാപാത്രം, സക്കറിയ എന്ന് പറയുന്ന മമ്മൂട്ടി അവതരിപ്പിച്ച ക്രൈസ്തവ കഥാപാത്രം, ഗോപി എന്ന് പറയുന്ന ഹൈന്ദവ കഥാപാത്രം, ഇവരെല്ലാവരും മാളുവമ്മ നടത്തുന്ന ഒരു വേശ്യാലയത്തിലേക്ക് പോകുന്നു. അത് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലാണ് ഈ വേശ്യാലയം, മാളുവമ്മയുടെ വേശ്യാലയം. അതിലൊരു രസവും കൂടി പറയണം. അരപ്പട്ട കെട്ടി ഗ്രാമത്തെ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രത്യേക ഈ സമാധാന മതസ്ഥരായിട്ടുള്ള ആളുകളുടെ സ്വാധീനം വളരെ ശക്തമായി നിൽക്കുന്ന ഒരു ഗ്രാമമാണ് മാളുവമ്മ വേശ്യാലയം നടത്തുന്ന ഗ്രാമം എന്ന് പറയുന്നത്. ആ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ ചായക്കട നടത്തുന്ന ദരിദ്രനായിട്ടുള്ള നായർ, തീർച്ചയായിട്ടും ആ നായരുടെ ശരീരഭാഷ തന്നെ ഈ പറയുന്ന അരപ്പട്ട കെട്ടിയവരെ കാണുമ്പോൾ ഉള്ള നായരുടെ ശരീരഭാഷ നായയുടെ ശരീരഭാഷയാണ്. അതുപോലെ തന്നെ മാളുവമ്മ അവതരിപ്പിക്കുന്ന കഥാപാത്രം, അവിടെയുള്ള ഈ ജന്മി തറവാടി, ഇതൊക്കെ കാണിക്കുന്നതൊക്കെ കൃത്യമായ നിലയിലുള്ള രാഷ്ട്രീയമുണ്ട്, അന്നത്തെ സാമൂഹിക സാഹചര്യമുണ്ട്, അതിനെ കൃത്യമായി അധിക്ഷേപിക്കുന്നുണ്ട്. രസകരമായിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്നത് ഈ നായർ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ജാതിയെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു സാഹിത്യകാരനോ ചലച്ചിത്ര പ്രവർത്തകനോ ഒക്കെ ഒരു ജാതിയെ പരാമർശിക്കേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സുരക്ഷിതമായിട്ട് പരാമർശിക്കാൻ കഴിയുന്ന ഒരു ജാതി എന്ന് പറയുന്നത് നായരാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ പോങ്ങനുണ്ട്. അത് ഈ കൂടെ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. കാരണം ഇതിനകത്തെ നായരായാലും ഇതിനകത്തെ നായന്മാരെ ഒക്കെ തന്നെ കൃത്യമായി ഒരുതരം കെട്ട കൂട്ടരായിട്ട് അന്നേ അവതരിപ്പിക്കാനുള്ള ഒരു വിരുത് കാണിച്ച ഒരാളാണ് പത്മരാജൻ. പക്ഷേ പത്മരാജൻ അതിൽ നായന്മാരെയല്ല അധിക്ഷേപിച്ചിട്ടുള്ളത്, അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിലൂടെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് തന്നത്. ഏതാണ്ട് 39 വർഷം മുന്നേ ഉള്ള കാലത്ത്. എന്തെങ്കിലും പെശക് തോന്നിയ ഒന്ന് കൂക്കിയാ മതി, ഞാൻ വിളിച്ചാ വരാനും ഈ നാട്ടിൽ 3-4 ഹിന്ദുക്കളുണ്ട്. ഇന്ന് പഹൽഗാമിൽ മതം നോക്കി വെടിവെച്ച് കൊല്ലുന്നത് പോലെ തന്നെ ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങുന്നവരുടെ ലിംഗം നോക്കി ഇത് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള സൂചനകൾ പോലും തീർച്ചയായിട്ടും ആ സിനിമയ്ക്കകത്ത് കാണാം.
എന്റെ പേരെന്താ പറഞ്ഞത്? ഹിലാൽ. ഹിലാൽ ആണെന്നാ തോന്നുന്നേ. ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ സമാധാന മതസ്ഥരായിട്ടുള്ള ആളുകൾ അരപ്പട്ട കെട്ടി നിൽക്കുന്ന ആ ഗ്രാമത്തിൽ കാണപ്പെടുന്ന ഒരു കൊടി എന്ന് പറയുന്നത് ചെങ്കൊടിയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നം എന്ന് പറയുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഇതൊക്കെ നൽകുന്ന സൂചനകളിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ കാലത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെക്കുറിച്ച് വളരെ ബോധപൂർവം പത്മരാജൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ സിനിമ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായും ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കപ്പെടുക, അതല്ലെങ്കിൽ അപമാനിക്കപ്പെടുക അത് സുടുക്കളിൽ നിന്നായിരിക്കും. കാരണം ആ നിലയിലാണ് അദ്ദേഹം അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് അന്നും ഇന്നും നമ്മുടെ സമൂഹത്തിന് ഇല്ലാതെ പോയി എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തെയാണ്, ഹൈന്ദവ സമൂഹത്തെ അല്ല ഉദ്ദേശിച്ചത്, പൊതുസമൂഹത്തിന് ഇല്ലാതെ പോയി എന്ന് പറയുന്നതാണ് നമ്മുടെ നാടിന്റെ ശാപം. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പത്മരാജന്മാർ നമ്മുടെ നാട്ടിൽ കെട്ടുംപോയി, പാഷാണ രാജന്മാർ നാട് ഭരിക്കാനും തുടങ്ങി. നാടിന്റെ ഭരണം മാത്രമല്ല, സാഹിത്യ രംഗത്താവട്ടെ, ചലച്ചിത്ര രംഗത്താവട്ടെ, സാമൂഹ്യ രംഗത്താവട്ടെ, എവിടെയും പാഷാണ രാജന്മാർക്ക് ആധിപത്യം ലഭിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള സംഗതി. മുരളി ഗോപിയും വന്ന് പാഷാണ രാജന്മാരെ പ്രതിനിധീകരിക്കുന്ന ഒരാളായി മാറുന്നു എന്ന് പറയുന്നതാണ് പോങ്ങൻ കാണുന്ന ഏറ്റവും ആശങ്കയുണർത്തുന്ന ഒരു കാഴ്ച. അതാണ് മുരളി ഗോപിയെ പോലുള്ള ആളുകൾ പോലും ഇപ്പൊ ഭീരു എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് സംഘികളെയാണെന്നുള്ള മട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമല്ല, രാഷ്ട്രീയ ശരിയെക്കുറിച്ചൊക്കെയാണ്. രാഷ്ട്രീയ ശരി സംഘികളുടെ വേവലാതിയാണെന്ന് പോങ്ങൻ കാണുന്നില്ല. ഇദ്ദേഹം, ഞാനൊന്ന് വായിക്കാം എന്നാലും ഇത് മനസ്സിലാവുള്ളൂ, ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ കൃത്യമായിട്ട് കിട്ടില്ല. സമൂഹം ഒന്നടങ്കം കപടതയും ക്രൗര്യവുമുള്ള ഒരു മാധ്യമമായി മാറിയ ഇക്കാലത്ത് എഴുതിയ സത്യത്തോടുള്ള പക എഴുത്തുകാരന്റെ ചോര കൊണ്ട് തീർക്കാൻ മുഖവും തലയും മനസ്സും നാമവുമില്ലാത്ത ഭീരുക്കൾ കീബോർഡിന്റെ വിടവുകളിൽ ഒളിഞ്ഞിരുന്ന് ആഹ്വാനങ്ങൾ നടത്തുന്ന ഈ കാലത്ത് രാഷ്ട്രീയ ശരികളുടെ പ്ലാസ്റ്റിക് കയറുകൾ കൊണ്ട് നൈസർഗികതയെ വരിഞ്ഞുമുറുക്കി കൊന്ന് വികട നിരൂപണത്തിന്റെ പങ്കകളിൽ കെട്ടിത്തൂക്കുന്ന ഈ കാലത്ത് അവിശുദ്ധ രാഷ്ട്രീയം കളിച്ച് അംഗീകാരങ്ങളെ പോലും വിലയ്ക്ക് വാങ്ങുന്ന ഇക്കാലത്ത് പൊരുതി നിൽക്കാൻ ഒരു യൗവനം പോലുമില്ലാതെ തീവ്ര വിഷാദം ബാധിച്ച് പതിയെ ഉറഞ്ഞ് ഇല്ലാതാവുന്ന ഒരു വൃദ്ധ നക്ഷത്രമായി അദ്ദേഹം മാറാതിരിക്കുന്നത് എന്തുകൊണ്ടും നന്നായി എന്നാണ് പറയുന്നത്. ഇതിലെവിടെയാണ് സംഘികളെ പറഞ്ഞിരിക്കുന്നത്? ഇത് സംഘികൾക്കൊട്ടുള്ള കുത്തൊന്നുമല്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക രസകരമായിട്ടുള്ള ഒരു ഭാവനാ ലഹരിയിൽ അദ്ദേഹം ഇരുന്ന സമയത്ത് കടുപ്പപ്പെട്ട വാക്കുകളിൽ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് മൊത്തം കേരളത്തെയാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെയല്ല, മൊത്തം കേരളത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടുന്ന കേരളത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഇത് സംഘികൾക്കെതിരെയുള്ളതല്ല. പറഞ്ഞു വന്നാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ ശരി പങ്കയിൽ കെട്ടിത്തൂക്കുന്നത് ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇത് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ എന്ന് വേണമെങ്കിൽ നല്ല രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പോങ്ങനൊന്നാമർന്നിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെയും വ്യാഖ്യാനിച്ചെടുക്കാം. പക്ഷേ തൽക്കാലം അതിന്റെ ആവശ്യമില്ല. മുരളി ഗോപിക്ക് വേണ്ടി, ഇപ്പോഴത്തെ ഈ മുരളി ഗോപിക്ക് വേണ്ടിയിട്ട്, ഈ നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുന്ന മുരളി ഗോപിക്ക് വേണ്ടി അത്രയും സമയം കളയേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് സംഘികൾ ഇത് കൊത്തിപ്പറിക്കാതിരിക്കുക. കൂടുതലൊന്നും പറയാനില്ല. മുരളി ഗോപിയുടെ ഈ പത്മരാജ അനുസ്മരണത്തിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ഒറ്റ വാചകത്തിൽ പറഞ്ഞു, ഒരു വരിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് പത്മരാജന്മാർ നാട് നീങ്ങുകയും ചെയ്തു. പാഷാണ രാജന്മാർ സകല രംഗത്തും ഈ നാട്ടിൽ സ്വാധീനം നേടുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള അർത്ഥം. ഈ മുരളി ഗോപിയുടെ ഈ അനുസ്മരണത്തിൽ നിന്ന്, പത്മരാജ അനുസ്മരണത്തിൽ നിന്ന് ഇത്രയേ മനസ്സിലാക്കാനുള്ളൂ. പത്മരാജന്മാർ നാട് നീങ്ങി, പാഷാണ രാജന്മാർ നാട്ടിലെങ്ങും സ്വാധീനം നേടി. അത്രയേ ഉള്ളൂ. നിർത്തുന്നു. പിന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും എന്നോടുള്ള യോജിപ്പോ വിയോജിപ്പോ അറിയിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സാന്നിധ്യം ഏത് രൂപത്തിലായാലും, അത് വിമർശന രൂപത്തിലായാലും അത് യോജിപ്പിൻ്റെ രൂപത്തിലായാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ കാണുന്നതിൽ പൊങ്ങനെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട്, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പൊങ്ങനെ ഈ സംസാരം ഇവിടെ നിർത്തുകയാണ്. വളരെ സന്തോഷം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. നിങ്ങളാരാ? ഞങ്ങളോ? ഞങ്ങൾ ഈ നാട്ടുകാരാ. അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ വഴിയോ പോണവരടുത്തൊക്കെ ആളാകാൻ നോക്കുന്നത്. എന്താണാകാൻ നോക്കുന്നത്? എന്താണെന്നോ അറിയണം നിർബന്ധം പറഞ്ഞുതരാം. പബ്ലിക് ന്യൂസൻസും ത്രട്ടണിങ്ങും എല്ലാത്തിനും വേണ്ടി അഴികളെ പുറകെ നിർത്തി കാണിച്ചു തരാം. മാറി